ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗം ഒരുക്കിയ സാവകാശമോർത്തി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒത്തിരി പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും തളർന്നിരിക്കുന്ന എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ, എങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുമെന്നറിയാതെ, സകലതും തീർന്നോ, സകലതും അസ്തമിച്ചു പോയോ, ഇനിയൊരു രക്ഷ ഉണ്ടാകത്തില്ലേ, ഇനി ഞങ്ങൾക്ക് പുറത്തു വരാൻ കഴിയത്തില്ലേ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന, ആരും സഹായിപ്പാനില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നിരിക്കുന്ന ചില ജനത്തോട് പരിശുദ്ധാത്മാവ് കൈമാറാൻ പറഞ്ഞ ദൈവശബ്ദത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈമാറുന്നു. വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ദൂതകളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്നുവരെയും നടക്കാതിരുന്ന, ഇന്നുവരെയും വിടുതലില്ലാത്ത വിഷയത്തിൻ്റെ മേൽ വിടുതൽ ഉണ്ടാകാൻ പോകുന്നു. വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുക. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, യേശു തൻ്റെ പരശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് തനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരെ പടക് കയറി യാത്ര അയക്കുന്ന, പടകിൽ കയറി അക്കരയ്ക്ക് പോകാൻ യാത്രയ്ക്ക് അവരെ തനിച്ചു വിടുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അവർ ശിഷ്യന്മാർ യാത്ര ചെയ്ത് അവർ പല ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ കാറ്റ് അവർക്ക് പ്രതികൂലമായി വീശുന്നുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ കാറ്റിനാൽ വലഞ്ഞ് ഭാരപ്പെട്ട് നിൽക്കുന്ന, പ്രയാസപ്പെട്ട് ഭയപ്പെട്ട് നിൽക്കുന്ന, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞ് കടലിലായിരിക്കുന്ന ശിഷ്യഗണത്തിൻ്റെ അടുക്കിലേക്ക് യേശു കടലിൻ്റെ മീതെ, വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്ന യേശുവിനെ അവിടെ കാണാൻ കഴിയുന്നു. ആകെ ഭയപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പാക്കി നിൽക്കുന്ന ശിഷ്യഗണത്തിന് അവരുടെ മുമ്പിലേക്ക് യേശു അവർ ഏതിൽ പേടിച്ചു നിൽക്കുന്നു, ഏതവർക്ക് ഭയമായി നിൽക്കുന്നു, ഏതവർക്ക് എതിരായി നിൽക്കുന്നു, അതിൻ്റെ മീതെ യേശു നടന്നു വരുന്നു. ആകെ ഇളകി മറിഞ്ഞിരിക്കുന്ന കടൽ, ആ കടൽ കണ്ട് പേടിച്ച്, കാറ്റിനെയും തിരമാലയും കണ്ട് പേടിച്ച് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അവർ പേടിച്ച വിഷയത്തിൻ്റെ മീതെ നടന്നു വരുന്ന യേശുവിനെ അവിടെ കാണാൻ കഴിയുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കടലിൻ്റെ മീതെ അവർ ഇന്നുവരെയും കാണാത്ത ഒരു അത്ഭുതം, അവർ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം, ഇന്നുവരെ അവരുടെ കൺമുമ്പിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം. കടലിൽ നല്ല പരിചയമുള്ളവരാണ്, അവർ മുക്കുവരാണ്, അവർക്ക് നല്ല എക്സ്പീരിയൻസുകളുണ്ട്. പക്ഷെ ആ എക്സ്പീരിയൻസ് മുഴുവൻ പടകിൽ സഞ്ചരിക്കുന്ന, പടകിൽ നിന്നുള്ള അഭ്യാസങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. ഇവർ സാധ്യതയുള്ളിടത്ത് നിന്നുള്ള എക്സ്പീരിയൻസുകൾ ഇവർക്കുള്ളൂ. പക്ഷെ ഒരു സാധ്യതയും ഇല്ലാത്ത കടലിൻ്റെ മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് ഭയം തോന്നി. അവർ ഭൂതമെന്ന് പറഞ്ഞു. എന്നെ അതിൽ ചിന്തിപ്പിച്ചത്, പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത്, നിങ്ങളോട് കൈമാറാൻ പറഞ്ഞ ദൈവശബ്ദം ഇതാണ്. അവർ പേടിച്ചു നിൽക്കുന്ന, അവർ തിരമാല കണ്ട് പേടിച്ചു നിൽക്കുന്നു. അവരുടെ മീതയിലേക്ക് ഉയർന്നു വരുന്ന തിരമാലകൾ, അവരെ മുക്കിക്കളയാൻ നോക്കുന്ന തിരമാലകൾ, അവർ പേടിച്ചു നിൽക്കുന്ന, നിരാശപ്പെട്ടു നിൽക്കുന്ന ആ തിരമാലകളുടെ മീതെ നടന്നു വരുന്ന യേശുവിനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പത്രോസേ, ശിഷ്യന്മാരെ, നിങ്ങൾ പേടിച്ച വിഷയം കടലാണോ? നിങ്ങൾ പേടിച്ച വിഷയം കടലാണെങ്കിൽ അതിൻ്റെ മീതെ നടക്കുന്നവൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. നീ പേടിച്ചു നിൽക്കുന്നത് ഇപ്പൊ കടലിനല്ലേ? ഈ കടൽ ഞങ്ങളെ വിഴുങ്ങും, ഈ കടൽ ഞങ്ങളെ മുക്കിക്കളയും, ഈ കടൽ ഞങ്ങളുടെ പ്രാണനെ അപഹരിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ? പക്ഷെ നീ പേടിച്ചു നിൽക്കുന്ന വിഷയത്തിന്റെ മീതെ കയറി നിൽക്കുന്ന ഒരു യേശുവുണ്ട്.
ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് കൈമാറുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ ആകെ വലഞ്ഞു നിൽക്കുന്ന, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ വലഞ്ഞു നിൽക്കുന്ന, ബിസിനസ്സിൽ വലഞ്ഞു നിൽക്കുന്ന, ജോലിയിൽ വലഞ്ഞു നിൽക്കുന്ന, കുടുംബജീവിതത്തിൽ വലഞ്ഞു നിൽക്കുന്ന, വിദ്യാഭ്യാസത്തിൽ വലഞ്ഞു നിൽക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നിന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. നീ ഭാരപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിന്റെ മീതെ നടക്കുന്ന ഒരു യേശുവുണ്ട്. നിന്നെ മുക്കുമെന്ന് പറയുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന, നിന്നെ തകർത്ത് കളയുമെന്ന് പറയുന്ന, നിന്റെ ഭാവിയെ നശിപ്പിക്കുമെന്ന് പറയുന്ന ആ പ്രശ്നത്തിന്റെ മീതെ നടന്ന് അതിനെ ചവിട്ടി വരുന്ന ഒരു യേശുവിനെ നീ ഈ സമയം കാണുക. നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ആമേൻ. എന്റെ പ്രശ്നത്തിന്റെ മീതെ നിൽക്കാൻ കഴിയുന്നവൻ, എന്നെ തകർക്കുമെന്ന് പറയുന്ന വിഷയത്തെ തകർക്കാൻ കഴിയുന്നവൻ, അതിന്റെ മീതെ കയറി നിൽക്കുന്നവൻ, അതിന്റെ മീതെ ചവിട്ടുന്ന ഒരു യേശു എനിക്കുണ്ട് എന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, ഏത് വലിയ പ്രശ്നമാകട്ടെ, നിന്നെ മുക്കും, നിന്നെ തീർത്തുകളയും, നിന്നെ ഇല്ലായ്മ ചെയ്യും, നിന്നെ നശിപ്പിക്കും, നിന്നെ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് പറയുന്ന, നിന്നെ തകർത്തുകളയും, ഈ രാജ്യത്ത് നിന്നെ ഓടിക്കുമെന്ന് പറയുന്ന, ഈ ജോലിയിൽ നിന്നെ ഓടിക്കുമെന്ന് പറയുന്ന, ഈ നാട്ടിൽ നിന്ന് നിന്നെ ഓടിക്കുമെന്ന് പറയുന്ന ആ വിഷയത്തിന്റെ മീതെ കയറി ചവിട്ടി നിൽക്കാൻ അധികാരമുള്ള, അഭിഷേകമുള്ള ആമേൻ ഒരു യേശു നിനക്കുണ്ട് എന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുക. യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധിയിൽ വളഞ്ഞു നിൽക്കുന്ന, പ്രതികൂലത്തിൽ വളഞ്ഞു നിൽക്കുന്ന, എന്ത് ചെയ്യണമെന്ന് അറിയാതെ തകർന്നു നിൽക്കുന്ന, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ആരുമില്ലാതെ നിൽക്കുന്ന, ആർക്കും സഹായിക്കാൻ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ അകത്ത് നിൽക്കുന്നവരാണോ? നിങ്ങളുടെ അടുക്കിലേക്ക് യേശു നടന്നു വരുന്നു. ഈ ശിഷ്യന്മാരെ സഹായിക്കാൻ അങ്കിളോ ആന്റിയോ പപ്പോ മമ്മയൊന്നും ഇല്ല, സഭയില്ല, ആരുമില്ല. ആർക്കും വന്ന് എത്തിപ്പെടാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പൊ ശിഷ്യന്മാർ നിൽക്കുന്നത്. നടുക്കടലിലാണ്. ആര് വന്ന് സഹായിക്കാൻ, ആര് നിലവിളി കേൾക്കാൻ, ആര് ഹെൽപ്പ് ചെയ്യാൻ, ഹെൽപ്ലെസ്സായി നിൽക്കുന്ന, ആരും സഹായമില്ലാതെ, ആർക്കും സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന ചില കുടുംബത്തിനോട്, ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആർക്കും കടന്നു വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണോ നീ നിൽക്കുന്നത്? ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത, ആർക്കും കൈവെക്കാൻ പറ്റാത്ത, ആർക്കും കൈയിടാൻ പറ്റാത്ത, ആർക്കും കൈ താങ്ങാൻ പറ്റാത്ത, ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അകത്ത് നിൽക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ആ പ്രശ്നത്തിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ്, ആ പ്രശ്നത്തിന്റെ അകത്തേക്ക് യേശു ഡയറക്റ്റ് വരികയാണ്. ആമേൻ. മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റാത്ത, മനുഷ്യർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത, മനുഷ്യർക്ക് കയറി വരാൻ പറ്റാത്ത ഇടത്തിലേക്ക് ആമേൻ യേശു കയറി വന്ന് ഡയറക്റ്റ് വിടുതൽ തരാൻ, ഡയറക്റ്റ് നിന്നെ രക്ഷിക്കാൻ, നിന്നെ കരുതാൻ, ആമേൻ, നിന്നെ വീണ്ടെടുക്കാൻ, നിന്നെ അതിന്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ സഹായിക്കാൻ ഡയറക്റ്റ് യേശു തന്നെ നിന്റെ അടുക്കിലേക്ക് വരുന്ന ദിനങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. വിശ്വസിക്കാൻ തയ്യാറാക്കുക. യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നീ തോറ്റുവെന്ന് പറയരുത്, തീർന്നുവെന്ന് പറയരുത്, കഴിഞ്ഞുവെന്ന് പറയരുത്, അസ്തമിച്ചുവെന്ന് പറയരുത്. ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പാസ്റ്റർ, ഇനി ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ തളർന്നിരിക്കുകയാണ്, ഞങ്ങൾ കുഴഞ്ഞിരിക്കുകയാണ്, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഇത് ഞങ്ങളുടെ സകല സ്വപ്നങ്ങളും അസ്തമിക്കുകയാണ്. ഈ കടൽ കൊണ്ട്, ഈ പ്രതിസന്ധി കൊണ്ട്, ഈ രോഗം കൊണ്ട്, ഈ കടഭാരം കൊണ്ട് ഞങ്ങൾ തീരുമെന്ന് പറയുന്ന, ഈ കുരുക്കിൽ ഞങ്ങൾ തീർന്നു പോകും, ഈ പ്രശ്നത്തിൽ ഞങ്ങൾ തീർന്നു പോകുമെന്ന് പറയുന്നവരോട് പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് കൈമാറുന്നു, നീ തീരത്തില്ല. നീ ആ പ്രശ്നത്തിന്റെ മീതെ നടക്കാൻ പോവുകയാണ്. നിന്നെ തകർക്കുമെന്ന് പറയുന്ന, നിന്നെ മുക്കുമെന്ന് പറയുന്ന പ്രശ്നത്തിന്റെ മീതെ കൂടെ, ആ പ്രതികൂലത്തിന്റെ മീതെ നീ നടക്കാൻ പോവുകയാണ്. അതിനുള്ള അഭിഷേകം നിന്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്, അതിനുള്ള ദൈവകൃപ നിന്റെ അകത്ത് പകർന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്നെ അതിന്റെ മീതെ കയറ്റി നിർത്താൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പത്രോസ് പറയുന്നു, ആമേൻ, യേശു നടന്നു വരുന്നിടത്ത് അവർ പേടിച്ചു ഭയം നിൽക്കുക. അപ്പം പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വരേണ്ടതിന് എന്നോട് കൽപ്പിക്കാൻ പറഞ്ഞു, കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വരിക. പത്രോസ് ചാടി ഇറങ്ങി.
പത്രോസ് ചാടി ഇറങ്ങി. സാധാരണ നമ്മൾ വണ്ടിയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് പോലെ പടകിൽ നിന്ന് പത്രോസ് വേഗം ചാടി കടലിലേക്ക്, നിലയില്ലാത്ത കടലിലേക്ക് ചാടി ഇറങ്ങി. കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ പറയുന്നുണ്ട്, മോനെ പത്രോസ്, നീ എല്ലാത്തിനും എടുത്തിയാടുന്നതാ, ഇത് കുഞ്ഞുകളിയല്ല, ഇത് കടലാണ്. ഒന്നാതെ കടലാകെ ഇളകി കലി പൂണ്ട് നിൽക്കുകയാണ്. നീ ഇപ്പോൾ എടുത്ത് ചാടരുത്, നീ അങ്ങോട്ട് പോകരുത്, നീ മുങ്ങിപ്പോ. പക്ഷേ പത്രോസ് പറയുന്നു, നിലയില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, നിലയില്ലാത്ത കടലാണ്. പക്ഷെ നിലയില്ലാത്തടത്ത് നിലയുണ്ടാക്കി നിൽക്കുന്ന ഒരുവനെ ഞാൻ കണ്ടു. അവൻ എന്നെ വിളിച്ചിരിക്കുന്നു. എനിക്കുറപ്പാണ് അവൻ നിൽക്കുന്ന സ്ഥലത്ത് എനിക്കും നിൽക്കാൻ പറ്റും. നിലയില്ലാത്തടത്ത് നിലയുണ്ടാക്കി നിൽക്കുന്ന ഒരു യേശുവിനെ ഞാൻ കണ്ടു. സാധ്യതയില്ലാത്തടത്ത് സാധ്യത ഉണ്ടാക്കി നിൽക്കുന്ന ഒരുവൻ വിളിച്ചത് അവനാണ്. മുങ്ങാൻ അവൻ അനുവദിക്കത്തില്ല. നിലയില്ലാത്തടത്ത് നില തരാം, നിലയില്ലാത്തടത്ത് ഞാൻ നിന്നെ നിലനിർത്താം എന്ന് പറഞ്ഞത് യേശുവാണ്. അവൻ എന്നെ മുക്കിക്കളയത്തില്ല. വിശ്വസിക്കാൻ തയ്യാറാകുക. വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നീ നിൽക്കത്തില്ല എന്ന് പറയുന്ന, നിന്നെ മുക്കിക്കളയുമെന്ന് പറയുന്ന ആ വെള്ളത്തിന്റെ മീതെ നിന്നോടൊപ്പം നടക്കുന്ന ഒരു യേശുവുണ്ട്. അവിടെ കാണാൻ കഴിയുന്നത് പത്രോസ് ഇറങ്ങി വെള്ളത്തിൽ കൂടെ നടക്കുകയാണ്. ഓക്കെ, ആരും ഇതുവരെ നടന്നിട്ടില്ലാത്ത, ഈ ദൂതനെ സ്വീകരിച്ചോ, ആരും ഇതുവരെ നടന്നിട്ടില്ലാത്ത വെള്ളത്തിന്റെ മീതെ പത്രോസ് നടക്കുന്നു. ആമേൻ. പലരും മുങ്ങിപ്പോയ ഇടമാണ്, പലരെയും കൊന്ന ഇടമാണ്, പലരെയും തീർത്ത് കളഞ്ഞ ഇടമാണ്. പക്ഷേ നിന്നെ മുക്കാൻ കഴിയത്തില്ല. നീ അതിൻ്റെ മീതെ നടക്കും. ഹേ, പ്രശ്നത്തിന്റെ മീതെ നീ നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ സഹോദര? നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ സഹോദരി? അഭിഷേകത്തിനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പ്രശ്നത്തിന്റെ നിന്റെ മുക്കുമെന്ന് പറയുന്നതിന്റെ മീതെ നീ ചവിട്ടി നടക്കാൻ പോകുന്നു. നീ തീരത്തില്ല. ഈ പ്രശ്നം കൊണ്ട്, ഈ പ്രതികൂലം കൊണ്ട് തീരേണ്ടവനല്ല, തീരേണ്ടവളല്ല നീ അതിന്റെ മീതെ, നിന്റെ മേലുള്ള അഭിഷേകം അതിനെ ഒതുക്കുന്നതാണ്. നിന്റെ മേലുള്ള ദൈവകൃപ അതിന്റെ മീതെ നടക്കുന്നതാണ്. മുക്കുമെന്ന് പറയുന്നതിന്റെ മീതെ കൂടെ കർത്താവ് പറഞ്ഞു, വാട പത്രോസ് ഇറങ്ങി. നീ ഇതിനെ പഠിക്കുന്നേ? കടലിനെ കണ്ടോ? അതിന്റെ തല ചവിട്ടി വാട. ആമേൻ. ഇതിനെ നോക്കി ഭയപ്പെട്ട് നിൽക്കാതെ. നിലയുണ്ടാകത്തില്ല, പക്ഷെ അവിടെയും നിലതരാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആമേൻ. നിലനിൽപ്പില്ലാത്ത വിഷയത്തിന്റെ മേൽ നില തന്ന് നിന്നെ മാനിക്കുന്ന യേശു. നീ തകരുമെന്ന് പറഞ്ഞ, നീ താണുപോകുമെന്ന് പറഞ്ഞ, നീ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ ഇടത്ത് തന്നെ നിന്നെ ഉയർത്തി നിർത്തുന്ന ഒരു യേശു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് നടന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ ചുറ്റും നോക്കി. കാറ്റ് വീശുന്നു. അവൻ ഭയപ്പെട്ടു. അവൻ മുങ്ങിത്തുടങ്ങി. രക്ഷിക്കണമേ യേശുവേ എന്ന് വിളിച്ചപ്പോൾ, കർത്താവ് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചാടി യേശു അവന്റെ കരത്തിൽ പിടിച്ചു, അവനെ കയറ്റി. ആമേൻ. നീ മുങ്ങിത്തുടങ്ങുന്നിടത്ത് യേശു നിന്റെ കരത്തിൽ പിടിക്കാൻ പോകുന്നു. ആമേൻ. പത്രോസ് മുങ്ങിയെടുത്ത് തന്നെ അപ്പുറം കൊണ്ട് പൊക്കുന്നല്ല. എവിടെയാണോ പത്രോസ് മുങ്ങിയെ, അവിടെ തന്നെ യേശു അവന്റെ കരത്തിൽ പിടിച്ച് ഉയർത്തി നിർത്തി. ആമേൻ. നീ മുങ്ങുമെന്ന് പറയുന്ന, മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ തന്നെ യേശു പൊക്കി നിന്നെ നിർത്താൻ പോകും. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ പറയാൻ പറ്റുമോ? നീ ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുന്ന, നീ ഇപ്പൊ തല കുനിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ നീ എഴുന്നേക്കാൻ പോകുന്നു. നീ നിവരാൻ പോകുന്നു. നിന്നെ യേശു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ആമേൻ ചിലരോട് ഉള്ള ദൈവശബ്ദമാണ്. നീ തല കുനിച്ചു നിൽക്കുന്ന, നീ ഇപ്പോൾ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ യേശു ഇറങ്ങി വന്ന് നിന്റെ കരത്തിൽ പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുന്നു.
നീ താണുകൊണ്ടിരിക്കുന്ന, നീ കടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നീ നിരാശയിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? രോഗത്തിൽ നീ മുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ആമേൻ, ആമേൻ. അവിടെ നിന്നെ കരം പിടിച്ച് യേശു ഉയർത്താൻ പോകുന്നു. ആമേൻ. നീ തലകുനിച്ച സ്ഥലത്ത്, നീ നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, ഒറ്റപ്പെടൽ അനുഭവിച്ച അതേ ഇടത്തിൽ നിന്നെ എടുത്തുയർത്തുന്ന സ്വർഗമുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, നോക്കിയേ, അവൻ ചാടി ഇറങ്ങിയതാ, ഇപ്പൊ വെള്ളം കുടിക്കാൻ പോവാ. ഇല്ല, നീ വെള്ളം കുടിക്കത്തില്ല. പത്രോസ്, ഞാൻ പറഞ്ഞതാ ഇറങ്ങരുത്. കുഞ്ഞുങ്ങളിയല്ല, നിലയില്ല, കടലാണ്. പക്ഷെ ഞാൻ ആരെയോ കണ്ടു, ആരോടെ നിൽപ്പെടുന്നു ചാടിയതല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? മുങ്ങിയില്ലേ? വെള്ളം കുടിക്കുകയല്ലേ? ഇല്ല, വെള്ളം കുടിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ കേട്ട ദൈവശബ്ദമാണെങ്കിൽ, നീ നോക്കി ഇറങ്ങിയത് യേശുവിനെ ആണെങ്കിൽ, നീ മുങ്ങിപ്പോകാൻ, നീ തകർന്നു പോകാൻ, നീ വെള്ളം കുടിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വെള്ളം കുടിച്ച് ചാവത്തില്ല പത്രോസേ, നിന്നെ പൊക്കിയെടുക്കും. നീ യേശുവിനെ നോക്കിയ സഹോദര ഇറങ്ങിയെങ്കിൽ, നീ മുങ്ങാൻ, നീ തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. നിന്നെ അതിൻ്റെ അകത്തുനിന്ന് പൊക്കിയെടുത്ത് മറ്റുള്ള നിന്നെ കളിയാക്കിയ, നിന്നെ നിന്ദിച്ച, നിന്നെ അവഗണിച്ച, നിന്നെ പരിഹസിച്ച, നീ കേട്ട ശബ്ദം ദൈവത്തിൻ്റെതല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച് നിൽക്കുന്നവരുടെ മുമ്പിൽ, ആമേൻ, അവർ നിൽക്കാത്ത പ്രതലത്തിൽ, അവർ നിൽക്കാത്ത ഇടത്ത് നിന്നെ അവൻ കയറ്റി നിർത്തും. ആമേൻ. ശിഷ്യന്മാർ നിൽക്കുന്നത് സാധ്യതയുള്ള പടകിൻ്റെ അകത്താണ്. അതും ഇപ്പോഴും ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പത്രോസ്, ദൈവശബ്ദം കേട്ടിറങ്ങിയ പത്രോസ്, ഒരു സാധ്യതയുമില്ലാത്ത, നിലയില്ലാത്ത എടുത്ത് നിലയുള്ളതുപോലെ അവൻ നിൽക്കുന്നു. ആമേൻ. ഒരു സാധ്യതയുമില്ലാത്തടുത്ത് നിനക്കൊരു നിലനിൽപ്പുണ്ടാകാൻ പോകുന്നു. ഒരു വഴിയുമില്ലാത്തടുത്ത് നിനക്കൊരു വഴി തുറക്കാൻ പോകുന്നു. ഒരവസരങ്ങളും ഇല്ലാത്തടുത്ത് നിനക്ക് അവസരം ഉണ്ടാകാൻ പോകുന്നു. ദൈവശബ്ദം കേട്ട അഭിഷത്തിനെ, ദൈവശബ്ദം കേട്ട ദൈവദാസിയെ, സഹോദര സഹോദരി, ആർക്കും സാഹചര്യങ്ങൾ ഉണ്ടാകത്തില്ല. ആർക്കും ഇതിനു മുമ്പേ അങ്ങനെ ഒരു വഴിയോ വാതിലോ ഉണ്ടായിട്ടില്ല. പക്ഷെ നിനക്ക് വേണ്ടി, ആമേൻ, പരിശുദ്ധാത്മാവിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന, ദൈവശബ്ദത്തെ സ്വീകരിക്കുന്ന, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികൾ, വാതിലുകൾ തുറക്കപ്പെടും. ആമേൻ പറയാൻ പറ്റുമോ? കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകും. ഒരു സാധ്യതയില്ലാത്തടുത്ത് പത്രോസ് നിന്നതുപോലെ ഒരു സാധ്യതയും ഇല്ലാതെ നിൽക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു സാധ്യതയും ഇല്ലാത്തടുത്ത് അത്ഭുതകരമാകുന്ന സാധ്യതകൾ, വഴികൾ, വാതിലുകൾ നിനക്കുണ്ടാകാൻ പോകുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഈ ദൂതനെ റിസീവ് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. നിയമങ്ങൾ നിനക്ക് അനുകൂലമായി മാറട്ടെ, സാഹചര്യം നിനക്ക് അനുകൂലമായി മാറട്ടെ. സകലതും പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിന്റെ അകത്തും, ആമേൻ, നിലയുള്ളവനായി, സാഹചര്യമുള്ളവനായി സ്വർഗം നിന്നെ നിർത്താൻ പോകും. ആമേൻ. നോക്കിയേ, യേശു പത്രോസിന്റെ കയ്യിൽ പിടിച്ച് പടകിലേക്ക് കയറി. കാറ്റമർന്നു. ആമേൻ. നീ നേരിടുന്ന പ്രശ്നത്തിൻ്റെ, പ്രതികൂലത്തിൻ്റെ അകത്തേക്ക്, പുറത്തേക്കല്ല, അകത്തേക്ക്. ഏത് പടകിലാണോ നീ ഉലഞ്ഞത്, ഏത് പടകിലിരുന്നാണോ നീ പേടിച്ചയ്യം വിളിച്ചത്, ഏത് പടകിലാണോ നിന്നെ പരിഹസിച്ചത്, ആ പടകിൻ്റെ അകത്തേക്ക് യേശു നിന്റെ കൂടെ കയറാൻ പോകുന്നു. ആ പടകിന്റെ അകത്തേക്ക് യേശു നിന്റെ കൂടെ കയറാൻ പോകുന്നു. ആമേൻ. നിന്റെ കരത്തിൽ പിടിച്ച് നീ ആടി ഉലഞ്ഞ പടകിനെ അവൻ ഉറപ്പിക്കാൻ പോകും. നീ തകരുമെന്ന് പറഞ്ഞ കുടുംബജീവിതം, നീ തകരുമെന്ന് പറഞ്ഞ ജോലി, പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞ ബിസിനസ്, തോറ്റുപോകുമെന്ന് പറഞ്ഞ എക്സാം, കിട്ടത്തില്ല എന്ന് പറഞ്ഞ ജോബ്, കിട്ടത്തില്ല എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി, ജയിക്കത്തില്ലെന്ന് പറഞ്ഞ
എത്സാൻ, അത് നിനക്ക് ലഭിക്കാൻ പോകും. ആമേൻ പറയാൻ പറ്റുന്നവർ, വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. ആരില്ലെന്ന് പറഞ്ഞു, ആരും നടക്കത്തില്ലെന്ന് പറഞ്ഞു, സ്വർഗം പറയുന്നു, കുഞ്ഞെ ഞാൻ കരം പിടിച്ച് കയറ്റാം, ഞാൻ നിന്റെ കൂടെ, ഞാൻ വരാം. നീ പടകിൽ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യാൻ പോകുന്നത്. നീ ജോലി നീ ഒറ്റയ്ക്കല്ല, കുടുംബജീവിതത്തിൽ നീ ഒറ്റയ്ക്കല്ല, വിദ്യാഭ്യാസത്തിൽ നീ ഒറ്റയ്ക്കല്ല, ബിസിനസ്സിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. യേശുവിനെ ചേർത്ത് പിടിക്കാൻ തയ്യാറാണെങ്കിൽ യേശു നിന്റെ കരത്തെ പിടിച്ചു വഴി നടത്തും. അത്ഭുതം നീ കാണും. നിനക്ക് നടക്കാൻ പറ്റാത്ത സ്ഥലത്തോടെ, രാജ്യത്തോടെ നിന്നെ നടത്തും. നിനക്ക് നിൽക്കാൻ പറ്റാത്ത ഇടത്ത് അവൻ നിന്നെ നിർത്തും. ഒരു സാഹചര്യമില്ലാത്ത കടലിന്റെ മീതെ പത്രോസിനെ നിർത്താൻ കഴിയുമെങ്കിൽ ആമേൻ, എത്രയധികമായി സഹോദര സഹോദരി നിന്നെ നിർത്തും. സാധ്യതകളില്ലാത്ത, ജോലി ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല, ആ ഒരു ഉയർന്ന പോസ്റ്റ്, ആ ഒരു ജോബ് ലഭിക്കാൻ സാധ്യതയില്ല പാസ്റ്റർ. ആര് പറഞ്ഞു? കടലിൽ നിലയില്ലാത്ത കടലിൽ നിലയുണ്ടാക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ ഇതവന് സിമ്പിളാണ്. നിനക്ക് വേണ്ടി നില എൻ്റെ യേശു ഉണ്ടാക്കി തരും. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലനിൽപ്പുകൾ ഉണ്ടാകാൻ പോകുന്നു. തകർന്നു, തരിപ്പണമായി തീർന്നു, ഇനി മുമ്പോട്ട് പോകത്തില്ല, ഈ ബിസിനസ് തകർന്നു പാസ്റ്ററേ, ഈ ജോബ് തകർന്നു പാസ്റ്ററേ, ഇനി കിട്ടത്തില്ല പാസ്റ്റർ. നോ, കിട്ടും. നീ ഒരു ദൈവ പൈതലാണ്, നീ യേശുവിനെ വിശ്വസിക്കുന്നു, നിന്റെ ജീവിതത്തെ അത്ഭുതമാവൻ ചെയ്യും. നിനക്ക് നടക്കാൻ, നിനക്ക് കയറി വരവാൻ, നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിൻ്റെ മീതെ നിന്നെ നടത്തുന്ന യേശുവിന്റെ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നീ മുങ്ങത്തില്ല, നീ തളർന്നു പോകത്തില്ല, നീ തീരത്തില്ല. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ കരത്തിൽ അവൻ പിടിക്കും. നിന്നെ മുക്കുമെന്ന് പറയുന്നതിന്, നിന്നെ തകർക്കുമെന്ന് പറയുന്നതിൻ്റെ മീതെ നടക്കാനുള്ള അഭിഷേകം, ആത്മശക്തി അവൻ നിന്റെ മേൽ പകരും. വിശ്വസിക്കുക, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവന് വേണ്ടി കർത്താവ് എന്തും ചെയ്യും. പത്രോസ് മറ്റുള്ള ശിഷ്യന്മാർ പേടിച്ച് നിൽക്കുമ്പോൾ പത്രോസ് നോക്കി ചാടി ഇറങ്ങി റോഡ് ഹൈവേ കൂടെ പോകുന്ന പോലെ അവൻ കടലിൽ കൂടെ നടക്കുക. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഏതിൻ്റെ മീതെ നീ നടക്കും, നിന്നെ അവൻ നടത്തും. വിശ്വസിക്കുക, ഈ വിഷയത്തിൽ ഞാൻ തീർന്നു പോത്തില്ല, ഈ പ്രശ്നത്തിൽ ഞാൻ തകർന്നു പോത്തില്ല. ഇതിൻ്റെ മീതെ നടക്കാനുള്ള അഭിഷേകവും ദൈവകൃപയും എൻ്റെ മേൽ കർത്താവ് തരും. പകർന്നിട്ടുണ്ട്. ഞാൻ ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്കുന്നു. അത്ഭുതം ഞാൻ കാണാൻ പോകുന്നു. എന്നെ മുക്കുവാൻ, എന്നെ തകർക്കാൻ വന്ന കാറ്റിനെ അമർത്താൻ കഴിയുന്ന, അടക്കാൻ കഴിയുന്ന ആത്മശക്തി എൻ്റെ അകത്തുണ്ട്. വിശ്വാസത്തോടെ ഞാൻ കൽപ്പിക്കുന്നു, കാറ്റെ ശാന്തം, കടലെ അടങ്ങാം. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കാൻ തയ്യാറാകുക. അത്ഭുതം നിശ്ചയം. എന്നോട് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന മുറിയിൽ 2 ദിവസമായി എന്നോട് പറയുന്ന ദൈവശബ്ദത്തെ, പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, ഈ പ്രവചന ശബ്ദങ്ങളെ ഷെയർ ചെയ്യുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. വിമർശിക്കുന്നവരിലേക്കല്ല, പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. പ്രാർത്ഥിക്കട്ടെ. ദൈവം മുൻകൂട്ടി ഒരു കാര്യങ്ങൾ അറിയിക്കുന്നത് അതിന് നീക്കുപോക്കുള്ളത് കൊണ്ടാണ്. അതിൻ്റെ തീവ്രത കുറയാൻ പ്രാർത്ഥിക്കുക. ഇന്ന് 2 ദിവസമായി കർത്താവ് കാണിക്കുന്നത് UAE ഫ്ലാഗാണ് എന്നെ കാണിക്കുന്നത്. UAE ഇനി വരാൻ പോകുന്നത് വൻ ദുരന്തങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒത്തിരി ദൈവദാസന്മാർ, ഒത്തിരി ദൈവമക്കൾ UAE രാജ്യത്തുണ്ട്. ആ രാജ്യത്തിന് വേണ്ടി ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിലും പകലൊക്കെ
എന്നെ കാണിക്കുന്ന ഒരു ഒരു ഫ്ലാഗായിരുന്നു. UAE കൊടിയാണ് കാണിക്കുന്നത്. പച്ച, വൈറ്റ്, ബ്ലാക്ക്, റെഡ്, ഈ കൊടി എന്നെ കാണിക്കുന്നു. കർത്താവേ, എന്താണ് സംഭവം? രാജ്യത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രാജ്യത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് അവിടെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ UAE ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഇന്നുവരെയും കാണാത്ത ചില പ്രകൃതി ദുരന്തങ്ങൾ UAE രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വലിയ കൊടുങ്കാറ്റ് ഞാൻ കാണുന്നത്, വലിയ കൊടുങ്കാറ്റ്, വലിയ പേമാരി ആ രാജ്യത്തുണ്ടാകുന്നു. വലിയ നാശം വിതയ്ക്കുന്ന, വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന, ഒരാൾ ഹൈറ്റിൽ വരെയും വെള്ളം കെട്ടി നിൽക്കുന്ന വിധത്തിലുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഈ രാജ്യത്ത്, UAE രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അതിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം, കാവലും ഉണ്ടാകുവാൻ ദൈവജനം പ്രാർത്ഥിക്കുക. കർത്താവ് കാണിച്ചത് അവിടെ വലിയ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നു. ലിറ്റർ സ്കെയിലിൽ 5.5, 6.4 ഈ ലെവലിൽ വരുന്ന ഭൂമി കുലുക്കങ്ങൾ UAE ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, വെളിപ്പാട് എന്നെ പരിശുദ്ധാത്മ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ബിൽഡിങ് മറ്റൊരു ബിൽഡിങ്ങിൻ്റെ മീതയിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്നു. വേറെ സ്ഥലത്ത് ബിൽഡിങ് തകർന്നു വീണ് കിടക്കുന്നു. ആ വിധത്തിലുള്ള ഒരു ഭൂമി കുലുക്കമാണ് ഉണ്ടാകാൻ പോകുന്നത്. ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്ന, ഒരു ബിൽഡിങ്ങിൻ്റെ മേലിട്ട് ഒരു ബിൽഡിങ് ചെരിഞ്ഞു നിൽക്കുന്ന, തകർന്നു കിടക്കുന്ന ഒരു ദർശനമാണ് എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചത്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. അത് ഈ പരിശുദ്ധാത്മാവിനെ കാണിച്ചത് വലിയൊരു ചുഴലിക്കാറ്റടിക്കുന്നതാണ്. വലിയ ചുഴലിക്കാറ്റ്, വലിയ ശക്തിയുള്ള ചുഴലിക്കാറ്റ് അടിച്ച് വലിയ നാശം സംഭവിക്കുന്നത് കാണിക്കുന്നു. വലിയ പേമാരിയും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അടുത്ത് തന്നെ കാണിക്കുന്നത് UAE കടലിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് കാണിച്ചു. കടൽ ഉൾവലിഞ്ഞു പോകുന്നു. ഉൾവലിഞ്ഞു പോയി അവിടെയുള്ള ജനത്തിന് ഭയങ്കര ഭീതി ഉളവാക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നു. അത് കഴിഞ്ഞ് കടൽ കയറി വരുന്നത് 10-15 നില ഹൈറ്റിലുള്ള തിരമാലകളാണ് പിന്നെ കയറി വരുന്നത്. രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ കടലെടുത്ത് പോകുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. UAE കടലിൽ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നു. ദൈവജനം പ്രാർത്ഥിക്കാനാണ് മുൻകൂട്ടി അറിയിക്കുന്നത്. പലരും ദുരന്ത പ്രവാചകനെന്നും പലരും പല രീതികളിൽ ട്രോളുന്നുണ്ട്. ഇതൊന്നും എനിക്ക് വിഷയമല്ല. എന്നോട് പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ദൂതുകൾ അത് ദൈവശബ്ദമാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് എന്നോട് പറയുന്ന കർത്താവിൻ്റെ ശബ്ദത്തെ അത് പ്രാർത്ഥിക്കാൻ ജനത്തിന് കൈമാറുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ആ പ്രതികൂലങ്ങളുടെ ഇല്ലെങ്കിൽ ആ ദുരന്തങ്ങളുടെ തീവ്രത കുറയട്ടെ. സ്വർഗം ആ രാജ്യത്തെ സംരക്ഷിക്കട്ടെ. നമ്മുടെ ഒത്തിരി സഹോദരങ്ങൾ, ഒത്തിരി ദൈവമക്കൾ, ദൈവദാസന്മാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് UAE. ആ രാജ്യത്തുള്ള ദൈവമക്കൾ, ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ പ്രതികൂലങ്ങളിൽ നിന്ന്, ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ആ രാജ്യത്തെ സംരക്ഷിക്കട്ടെ. ആ രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവജനങ്ങൾ ഈ പറയുന്ന പ്രവചന ശബ്ദങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അവർ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. അവർ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിലനിൽക്കത്തില്ല എന്ന് പറയുന്ന എടുത്ത് തന്നെ കർത്താവ് നിങ്ങളെ നിലനിർത്തും. നിങ്ങളുടെ ജീവിതം ഒരത്ഭുതവും അതിശയവും മാറും. നിങ്ങളെ മുക്കുമെന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ മീതെ കർത്താവ് നിങ്ങളെ നടത്താൻ പോകുന്നു. നിങ്ങൾ അതിൻ്റെ
പ്രശ്നത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ അടിയിലല്ല, അതിൻ്റെ മീതെ നടക്കുന്ന അഭിഷേകം കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.